ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് വരട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടാണ് ഇത്. അപ്പം, പുട്ട്, പെറോട്ട എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് വരട്ടാണ് ഇത്. നമ്മുടെ മക്കളൊക്കെ വെളിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഒന്ന് വരട്ടി കൊടുത്തേച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കണ്ടേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് ഒരു ജാറെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇന്നതാ ഓരോ ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളി ഒന്ന് വൃത്തിയാക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 4 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ചതച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ഇതിലേക്ക് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2.5 കിലോ ബീഫ് ഞാൻ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു സ്ട്രെയിനറിൽ കൂടി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോരാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിരുന്നേ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ഈ ബീഫിലേക്ക് നമുക്കിതിലേക്ക് ഒരു 5 സവാള, 1 കിലോ ബീഫിന് 2 സവാള എന്ന കണക്കിൽ 5 സവാള സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊരു 5 6 വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പലരുടെയും കുക്കറിന് വ്യത്യാസം വരും വിസിൽ കേൾക്കുന്നതനുസരിച്ച്. അപ്പോൾ എൻ്റെ ഇത് 5 6 വിസിലൊക്കെ കേൾക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുമേ. അപ്പോൾ വിസിൽ കേട്ട് നന്നായിട്ട് വെന്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അലായി ഉരുളി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 200 ഗ്രാം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 8-10 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചതാണേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒരു അര മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ക്രിസ്പി ആകുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. വേറൊരു ഡ്രൈ ആയ പാത്രത്തിലേക്ക് നമുക്കിത് കോരി മാറ്റാവേ. അപ്പോൾ ഞാൻ ദാ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് ചൂടായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഈ സമയം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്.
ഈ സമയം നമുക്ക് കുറച്ച് കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ കുക്കറിലെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അതിൽ നിന്ന് കുറച്ച് സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റോക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും സ്റ്റോക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇറച്ചിയുടെ വേവ് അനുസരിച്ച് നന്നായിട്ട് വെന്ത ഇറച്ചിയാണെങ്കിൽ മാത്രം നമുക്ക് ഈ സ്റ്റോക്ക് എടുത്തിട്ട് ഈ വഴറ്റിയ ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വേവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി നന്നായിട്ട് വെന്തിട്ടില്ല, കുറച്ച് നല്ല വേവുണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിത് കറക്റ്റായിട്ട് ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് നേരത്തെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേവത്തിൽ കുറവാണെങ്കിൽ നമുക്ക് സ്റ്റോക്കോട് കൂടി ഇട്ട് കൊടുത്തിട്ട് അത്രത്തോളം സമയം എടുക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇറച്ചിയും വെന്ത് കിട്ടും. പക്ഷേ ഇതെനിക്ക് നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്റ്റോക്ക് നേരത്തെ ഉള്ളി വഴറ്റിയത് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തേ. അതിനുശേഷമാണ് ഞാൻ ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ഉരുളിയുടെ അടിയിൽ പിടിക്കാതെ എപ്പോഴും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണമേ. ഇത് നന്നായിട്ട് ഈ അരപ്പെല്ലാം വറ്റി ആ ബീഫിൽ പിടിച്ച് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്തിരി എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെയായിട്ട് 2-3 മിനിറ്റ് ഇടവിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. 2-3 മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഇതിൻ്റെ മധ്യഭാഗം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൂട്ടിൽ പിടിക്കും. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ബീഫ് ഞാൻ ഉരുളിയിലേക്ക് തട്ടിക്കൊടുത്തിട്ട് ഒന്ന് വരട്ടി കൊടുത്തിട്ട്. ഇപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ആ ഗ്രേവിയെല്ലാം നന്നായിട്ട് വറ്റി ബീഫുമായിട്ട് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇറച്ചി നന്നായിട്ടൊന്ന് കളർ മാറിക്കിട്ടും, ഒരു കറുത്ത കളർ ആയി കിട്ടും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇറച്ചി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയുടെയൊക്കെ മണം നന്നായിട്ട് ഈ ഇറച്ചിയുമായിട്ട് നന്നായിട്ട് ചേർന്ന് വരും. അപ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ നമ്മുടെ ബീഫ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത്. അപ്പം, പെറോട്ട, പുട്ട്, പത്തിരി എല്ലാ പലഹാരത്തിനുടെയും ബെസ്റ്റ് കോംബോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ മക്കളൊക്കെ അന്യ സ്ഥലത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ വരട്ടി കൊടുത്താൽ അവർക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം ഒന്ന് ചൂടാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതുവരെയുള്ള സപ്പോർട്ട് വീണ്ടും അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.